ഏവർക്കും ക്യൂൻ മേരി ടോക്സിലേക്ക് സ്വാഗതം. യോഹന്നാൻ 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. സങ്കീർത്തനം 119, 148 കർത്താവ് പറയുന്നുണ്ട്. സങ്കീർത്തനം പറയാണ്, അങ്ങയുടെ വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ ഉണർന്നിരിക്കുന്നത് കർത്താവിൻ്റെ വചനത്തെപ്പറ്റി ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും സങ്കീർത്തനം പറയാണ്, അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിനെ ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ ഹൃദയത്തിലും അധരത്തിലും വചനമുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യുകയില്ല. ആ വചനം പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. അപ്പോൾ നമ്മൾ പാപത്തിൽ നിന്ന് പിന്തിരിയും. അതുപോലെ തന്നെ കർത്താവേ, എൻ്റെ വായ്ക്ക് പൂട്ടും കടിഞ്ഞാണും ഇടണമേ, അതിര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ, വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കാനുള്ള കൃപ വർഷിക്കണമേ. വായ്ക്ക് പൂട്ടും കടിഞ്ഞാണും ഇടുന്നത് ആവശ്യമില്ലാത്തൊന്നും പറയാതെ വചനം പറയാൻ വേണ്ടിയാണ്. വചനം വായിലിരിക്കുന്നവർക്ക് മറ്റുള്ളവരെ ശപിക്കാനോ നുണ പറയാനോ വൃത്തികേടൊന്നും പറയാനോ സാധിക്കില്ല. കാരണം വചനം അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസന്റെ മേൽ കൃപ ചൊരിയണമേ. സങ്കീർത്തനത്തിൽ പറയുന്നതാണ്, ജീവിച്ചിരിക്കാനും വചനം അനുസരിക്കാനും. അങ്ങയുടെ ചട്ടങ്ങളിൽ ഞാൻ സന്തോഷിക്കും, അങ്ങയുടെ വചനം ഞാൻ വിസ്മരിക്കപ്പെടുകയില്ല. യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? അങ്ങയുടെ വചനമനുസരിച്ച് വ്യാപിച്ചുകൊണ്ട്. യുവാക്കൾ അവർ നേരായ മാർഗത്തിലൂടെ ചരിക്കണമെങ്കിൽ എന്തു വേണം? വചനം വേണം. വചനമുണ്ടെങ്കിൽ അവർ മറ്റ് പാപങ്ങളിലേക്കോ സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പുറകെ നടക്കുകയോ അവരുടെ വളർന്നു വരുന്ന പ്രായത്തിൽ അവർ തെറ്റുകളിലേക്ക് പോകുകയില്ല. അപ്പോൾ വചനം വേണം. അതുപോലെ യെരമ്യാ 23:29 കർത്താവ് പറയുന്നതാണ്, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. പാറയെ പോലും തകർക്കുന്ന കർത്താവിൻ്റെ വചനം എത്ര കഠിന ഹൃദയമുള്ളവരിലേക്കും കടന്നു ചെല്ലുമ്പോൾ അവിടെ മാനസാന്തരം ഉണ്ടാകുന്നു. അവർക്ക് പാപത്തെക്കുറിച്ച് പശ്ചാത്താപം ഉണ്ടാകുന്നു. തിന്മകൾ ഉപേക്ഷിക്കാനുള്ള കൃപ കിട്ടുന്നു. കർത്താവ് യെശയ്യാ 59:21 പറയുന്നതാണ്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെ മേൽ ഞാൻ ഒരിക്കലും എടുത്തു കളയുകയില്ല. യെശയ്യാ 55:3 വീണ്ടും പറയാണ്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. അപ്പോൾ ഈശോയുടെ വചനം കേട്ടാൽ നിങ്ങൾ ജീവിക്കുമെന്നാണ് ഈശോ പറയുന്നത്. വചനം തളർന്നവന് ബലം പകരുന്നു, ദുർബലന് ശക്തി പകരുന്നു. കർത്താവ് നിത്യനായ ദൈവം ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. റോമ 10:8 പറയാണ്, വചനം നിനക്ക് സമീപസ്ഥമാണ്, അതിൽ നിന്റെ അധരത്തിലും ഹൃദയത്തിലുമുണ്ട്. അതുകൊണ്ട് അധരം കൊണ്ടും ഹൃദയം കൊണ്ടും നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ചിന്തിക്കാനോ പറയാനോ പാടില്ല. കർത്താവ് ഭൂമിയെ സൃഷ്ടിച്ചതും വചനം കൊണ്ടാണ്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്തിലാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. വെളിച്ചമുണ്ടാകട്ടെ, വിധാനമുണ്ടാകട്ടെ, അങ്ങനെ ഉണ്ടാകട്ടെ എന്ന വാക്കിലാണ്, വചനത്തിലാണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. അതുകൊണ്ട് നമുക്ക് വചനം അനുസരിച്ച് വ്യാപരിക്കാം, വചനം വായിക്കാം, അത് ഹൃദ്യസ്ഥമാക്കാം, വചനം നമ്മുടെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വചനത്തിലൂടെ നമുക്ക് സംസാരിക്കാം. വചനമാകുന്ന ഈശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് കുടിയിരിക്കാൻ
വചനം നമ്മളെ ഹൃദയത്തിൽ നിക്ഷേപിക്കാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതിരാവിലെ ഉണർന്ന് നമുക്ക് വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ രോഗപീഠയോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുള്ളപ്പോൾ ഒന്നിൽ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ രോഗപീഠയായിരിക്കാം, അല്ലെങ്കിൽ പഠന മേഖലയായിരിക്കാം. എന്തു തന്നെയായാലും നമുക്കതിനൊക്കെയുള്ള വചനമുണ്ട്. കർത്താവെ, നീ സുഖപ്പെടുത്തിയാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരാകും, നീ രക്ഷിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെടും, നിന്നിലാണ് എൻ്റെ പ്രത്യാശ, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. അങ്ങനെ രോഗശാന്തിയുടെ വചനം പലവട്ടം ഏറ്റുപറയാം. അതുപോലെ പഠിക്കാനുള്ള വചനമാണെങ്കിൽ കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുവിൻ, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഈ വചനം നമുക്ക് ഏറ്റുപറയാം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. സമ്പത്തിൻ്റെ വചനമാണെങ്കിൽ നമുക്ക് അത് ഏറ്റുപറയാം. അതുപോലെ നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ വചനം നമുക്ക് ജീവന് വേണ്ടി നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യും, എന്നിലും ഞാൻ അവനിലും വസിക്കും, അവന് നിത്യജീവനുണ്ടാകും. ഈ വചനങ്ങളൊക്കെ നമുക്ക് ഏറ്റുപറയാം. വചനം വായിക്കുമ്പോൾ നമുക്കതിൽ മാർക്ക് ചെയ്ത് നമുക്ക് വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ നമുക്ക് ജീവിക്കാം. അന്ത്യകാല സമയമായി വചനം എല്ലാവരിലും എത്തട്ടെ. വചനമിൽ എത്താത്ത എല്ലാവരിലും വചനം എത്തട്ടെ. ദൈവത്തിന് സ്തുതി. ആമേൻ.